ഹായ്. ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വരുന്നത്. റോട്ടിൽ കാണുന്ന പല കാഴ്ചകളും നമ്മൾ കാണുമ്പോൾ ഞാൻ വിചാരിക്കും നമുക്ക് അറിയുന്ന കാര്യങ്ങൾ, കണ്ട കാര്യങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക. അത് ആർക്കെങ്കിലും എന്തെങ്കിലും ബോധം ചേഞ്ച് ആവുകയാണെങ്കിൽ, അവർ ചിന്തകൾ ചേഞ്ച് ആവുകയാണെങ്കിൽ നല്ലതാണെന്ന് വിചാരിച്ചിട്ടാണ്. റോട്ടിൽ പോകുമ്പോൾ ഒരുപാട് പേരെ കാണും, പല പല രീതിയിലുള്ള ഡ്രൈവർമാർ. നമ്മൾ സ്ത്രീകളായിട്ടുള്ള ആളുകളാണെങ്കിലും അല്ല സാധാരണ പ്രായം ചെന്ന ആളുകളാണെങ്കിലും വലിയ വലിയ നല്ല എക്സിക്യൂട്ടീവ്സ് ആണെങ്കിലും പല പല മൈൻഡ് ബിസിനസ് ടെൻഷൻ മറ്റു പല രീതിയിലുള്ള പ്രോബ്ലംസും കണ്ണിന് കറക്റ്റ് കാഴ്ചകൾ കുറഞ്ഞ ആൾക്കാരും എല്ലാം കൂടി സംഗമിക്കുന്ന സംഗമ സ്ഥലമാണ് റോഡ് എന്ന് പറയുന്നത്. രാവിലെ വൈകുന്നേരമായിട്ട് പല രീതിയിലുള്ള ആൾക്കാർ യാത്ര ചെയ്യുന്നുണ്ട്. ഇത് സ്വാഭാവികമായിട്ടും അപകടങ്ങൾ ഉണ്ടാകും. അപകടങ്ങൾ കൂടുതലും സംഭവിക്കാറുള്ള അബദ്ധവശാൽ ചിലപ്പോൾ ചെറിയൊരു ശ്രദ്ധക്കുറവ് ആണ് എല്ലാ അപകടത്തിനും കാരണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ അപകടം ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മുടെ MVD ഒക്കെ ഒരുപാട് റൂൾസുകൾ കൊണ്ടുവന്നിട്ട് അതിൽ പല റൂൾസുകളും നമുക്ക് നല്ലതിന് തന്നെയാണെങ്കിലും ഈ ഹെൽമെറ്റ് പോലത്തെ സംഭവങ്ങൾ എനിക്ക് തോന്നുന്നത് ഹെൽമെറ്റ് സുരക്ഷ ഓക്കെ ആണെങ്കിൽ കൂടെ നമുക്ക് പുറത്തുള്ള സൗണ്ടുകൾ കറക്റ്റ് കിട്ടാത്ത കാരണത്താൽ അപകടങ്ങൾ വണ്ടി വരുന്നൊന്നും ചിലപ്പോൾ ശ്രദ്ധിക്കാൻ പറ്റില്ല. ഹോൺ അടിച്ച് ചിലപ്പോൾ കറക്റ്റ് കേൾക്കാത്ത ടൈറ്റുള്ള ഹെൽമെറ്റുകളൊക്കെ വരുമ്പോൾ അതും അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഓക്കെ, അതൊക്കെ വേറെ വിഷയം. ഞാൻ പറഞ്ഞുകൊണ്ടുവന്ന കാര്യം, ബൈക്കിൽ വളരെ സ്പീഡിൽ അപകടമാണ് രീതിയിൽ ഇത്തരം സിറ്റി കൂടെ യാത്ര ചെയ്യുമ്പം അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അപ്പുറത്തുള്ള ആൾക്കാരും പല ആളുകളും ഇതേ താങ്കളെ പോലെ അല്ലെങ്കിൽ ഇത് ഇത്രയും ഭയങ്കര സ്പീഡിൽ പോകുന്ന സ്പോർട്സ് ബൈക്കുകളോടും മറ്റു ബൈക്കുകളോടൊക്കെയാണ് പറയുന്നത്. നല്ല രീതിയിൽ ഓടിക്കുന്ന ഒരാളോടും എനിക്ക് ഒരു അഭിപ്രായ വ്യത്യാസമില്ല. ഒരുപാട് പ്രാവശ്യം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ഗതികേട് വന്നിട്ടുണ്ട്. കുറേ ആളുകളും ഈ അത്യാവശ്യം ഓട്ടത്തിൽ തന്നെയാണ്. അവരെ നമ്മളൊന്നും കുറ്റപ്പെടുത്തണമെന്നില്ല. അവർ ജോലിയുടെ ഭാഗമായിട്ടുള്ള ആളും അല്ലെങ്കിൽ വെറുതെ വണ്ടി ഓടിച്ച് വളരെ സ്പീഡിൽ അപകടം വരുത്തുന്ന രീതിയിൽ വണ്ടി ഓടിച്ചിട്ട് അപകടപ്പെടുമ്പോൾ ഇതിൽ ഈ അപകടപ്പെടുന്ന ആൾക്കും അപകടപ്പെട്ടത് കണ്ട് നിൽക്കുന്ന ആൾക്കാർക്കും ഒരേപോലെയാണ് ഇതിന്റെ റിസ്ക്, ബുദ്ധിമുട്ടുകൾ. ഇപ്പൊ ഉദാഹരണത്തിന് ഇന്നലെ ഞാനൊരു ഭയങ്കര അപകടം കണ്ട്, രണ്ടുപേര് എന്തായി എന്നൊന്നും അറിയില്ല, അത്രയും നല്ല അപകടമാണ്. ബൈക്ക് ഇടിച്ച് പൊടിഞ്ഞാണ്. അപ്പൊ ഇതിന് എന്താ സംഭവിച്ചാൽ ഒരുപാട് ബ്ലഡ് ഒക്കെ റോട്ടിലുണ്ട്, ഭയങ്കര സംഭവമാണ്. അപ്പൊ അതിന്റെ ഒരു 5 മിനിറ്റ് മുമ്പ് ഇതേ ടീം ഭയങ്കര സ്പീഡിലാണ് വണ്ടി ഓടിച്ചതെന്നാണ് അവിടെ കണ്ട ആൾക്കാരൊക്കെ പറയുന്നത്. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഈ പോണ സമയത്ത് ഇതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ കിട്ടാത്തതുകൊണ്ടാണോ, ഇനി ഈ സ്പീഡിൽ പോയിട്ട് ഇത്രയും രാത്രികളിലൊക്കെ സ്പീഡിൽ പോയിട്ട് വേറെ വണ്ടിയിൽ ചെന്ന് ഇടിച്ചതാണ് ഇവര്. എന്താണ് ഇതിന് ഇവർക്ക് കിട്ടുന്ന എന്താ ഹാപ്പി എന്താണെന്ന് എനിക്ക് അറിയുന്നില്ല. ഈ റോഡിൽ ഇത്രയും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഒരു രീതിയിലും ന്യായീകരിക്കാൻ പറ്റില്ല. ഒരുപാട് പ്രാവശ്യം ഹോസ്പിറ്റലിൽ കൊണ്ടുവേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ഈ നമ്മുടെ സൊമാറ്റോ ഇതുപോലത്തെ എന്താ പറയാ ആപ്പുകളുമായിട്ട് ബന്ധപ്പെട്ട് ഓടുന്നവർക്ക് സമയത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. സ്വാഭാവികമാണ്. അവർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലി ചെയ്യുന്ന ടയർഡ് ആവും. അവരെ കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. എന്നാലും നല്ല സേഫ് ആയിട്ട് ഡ്രൈവ് ചെയ്യുക. അപകടം പറ്റുന്നത് പല ആളുകളും അതിൽ ബുദ്ധിമുട്ടാകുന്നുണ്ട്. ഒരുപാട് പ്രശ്നം വരുന്നത് ഇത് കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വന്ന് ഏതെങ്കിലും വണ്ടിയിൽ ഡ്രൈവറായി പോണ ആള് ഏതെങ്കിലും പ്രീമിയം കാറുമായിട്ട് വരുമ്പോൾ നമ്മളെ സുഹൃത്തുക്കളാരോ വണ്ടി അപകടപ്പെട്ട് സൈഡിൽ നോക്കുമ്പോൾ ആ വണ്ടിയിലേക്ക് ഇവരെ കയറ്റി കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥ വരും. ആ കൊണ്ടുപോകേണ്ട അവസ്ഥയാണ് കൂടുതലും പ്രീമിയം കാറിന് സീറ്റ് കവറൊന്നും അധികം ഉണ്ടാവില്ല. ഇതിലേക്ക് ബ്ലഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആള് അപകടം വരുത്തി വെച്ച കാരണത്താൽ ആണെങ്കിൽ ഈ കാറിൽ കൊണ്ടുപോകണ ഈ സാധു ഡ്രൈവറും ഇതിൽ ബുദ്ധിമുട്ടാവും. കാരണം ആ ബ്ലഡ് അതിന് പോകില്ല, ഫുള്ള് വണ്ടിയിൽ ബ്ലഡ് ആവും. പിന്നെ ഇത് കൊണ്ടുപോകണ മറ്റു ആൾക്കാരുടെ ഡ്രസ്സുകളിൽ ബ്ലഡ് ആവും. അത് മാത്രമല്ല, ഇത് വേറെ ഏതെങ്കിലും വണ്ടിക്ക് തട്ടിയിട്ടില്ലെങ്കിൽ ആ വണ്ടിക്കാരന് അവന്റെ കാര്യങ്ങൾ നോക്കേണ്ടി വരും. ഇതാരെങ്കിലും ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോകണമെങ്കിൽ ആ ഹോസ്പിറ്റലിലെ ക്യാഷ് അത് വേറെ ഈ ചെന്ന് കൊണ്ടുപോകണവനാണ്. പിന്നെ അവന്റെ അവിടുത്തെ ഇത് ചെയ്യേണ്ടി വരും. അതായത് നമ്മുടെ പേര് അഡ്രസ്സൊക്കെ ഞാൻ ഒരുപാട് ഹോസ്പിറ്റലിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ അവരെ നമ്മൾ പെട്ടടിക്ക് എറിഞ്ഞ് പോരാൻ പറ്റില്ല. അവരെ ഫാമിലീസിനെ ആരെയും വിളിച്ചു വരും. അത് കാരണം നമ്മളെ ജോലിക്ക് ബാധിക്കും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ വരുത്തി വെക്കുന്ന അപകടത്തിൽ നമുക്ക് ഉണ്ട്. സ്വാഭാവികമായിട്ട് സംഭവിക്കുമ്പോൾ മനുഷ്യത്വപരമായിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യണം. ഈ അക്രമ സ്വഭാവം പോലെയാണ് ഈ വണ്ടി റോഡിലൂടെ ഇത്രയും സ്പീഡിൽ ഓടിക്കുന്നത്. ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഞാനും ചെറുപ്പത്തിൽ പോയിട്ടുണ്ടെങ്കിലും കൂടെ എനിക്ക് ഇപ്പം ആ ഒരു കാലം ആലോചിക്കുമ്പോൾ പേടിയാണ് വരുന്നത്. അപ്പൊ എന്റെ അനിയന്മാരോട് പറയുന്നത്, അപകടം പറ്റിയാലും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു വീടിന്റെ മൂലക്ക് കിടക്കാനേ പറ്റുള്ളൂ. അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യത്തിന് മാത്രമാണ് കേട്ടോ ഞാൻ പറയുന്നത്. സംഭവം സങ്കടം ഉണ്ട് ഇത് കാണുമ്പോൾ. എന്തൊരു അഹങ്കാരപരമായ സ്പീഡിലാണ് പോകുന്നത്. ചില വണ്ടിയൊക്കെ ഓവർടേക്ക് പോകുന്നത് വലിയ ലോറിന്റെ സൈഡിലൊക്കെ എത്ര ജീവനാ റോട്ടിൽ പോയത്. നമുക്കിത് കാണുമ്പോൾ കണ്ടിട്ട് നെഞ്ഞുപൊട്ടെ. പല സമയത്തും ഞാൻ കാണാൻ ഒരുപാട് എന്താ അറിയില്ല, എനിക്ക് അങ്ങനെ കാണാൻ ഒരുപാട് സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് എന്റെ സുഹൃത്തുക്കളോട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചിട്ട്. അത് ഈ വീഡിയോ കുറച്ച് ലെങ്ത് കൂടി പോയിട്ട് എനിക്ക് എന്നോട് ക്ഷമിക്കണം. പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഇത് ദയവ് ചെയ്തിട്ട് അപകടം പറ്റും. എത്ര സേഫ്റ്റി ലെവലിൽ പോയാലും റോഡിൽ വണ്ടി ചെരിഞ്ഞു കഴിഞ്ഞാൽ സ്കിഡാവും. നമ്മൾ കേരളത്തിലെ റോഡിൽ മണ്ണ് പല സ്ഥലത്തും മഴവെള്ളം കാരണം മണ്ണ് റോഡിലേക്ക് വന്നിട്ടുണ്ട്. ഒടിച്ചു പോകുന്ന സമയത്ത് എന്തായാലും ഒടിക്കും. പക്ഷെ ഈ സൈഡ് സ്കിഡായിട്ട് വണ്ടി വേറെ വണ്ടിന്റെ ലോറിക്കോ ബസ്സിനോ മറ്റോ ഒക്കെ ഇടിച്ചിട്ട് ബസ്സുകാരെയും ലോറിക്കാരെയും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു പരിധിക്ക് വരെ അവര് ബ്രേക്ക് ചവിട്ടിയിട്ട് കാര്യമില്ല. ഇതിന്റെ ഉള്ളിലേക്ക് കയറിപ്പോയാൽ സെന്ററിലേക്ക് കയറിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ദയവ് ചെയ്തിട്ട് എന്റെ പ്രിയപ്പെട്ട അനിയന്മാരോട് പറയാ, ഒരു റിക്വസ്റ്റ് ആണ്. ഇത് കാണാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ
ഇതേപോലെ വണ്ടി ഡ്രൈവ് ചെയ്ത് പോകണ ഏതെങ്കിലും ആൾക്കാരുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ഈ ജനങ്ങൾ കൂടുതൽ ഉള്ള ഏരിയ കൂടെ നിങ്ങൾ പോകരുത് ഇതേപോലെ സ്പീഡിൽ. അത് ഓപ്പോസിറ്റ് വരുന്ന ആൾക്കാർ അത്ര ആക്റ്റീവ് ആയിരിക്കില്ല, അത്ര പ്രായം കൊണ്ടും പല രീതിയിലും അവർക്ക് വണ്ടി കറക്റ്റായിട്ട് ഓടിക്കാൻ പറ്റാത്ത അവസ്ഥകളായിരിക്കും. എന്നാലും അവർക്ക് വേറെ എന്താ പറയുക മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ആയിരിക്കും അവർ റോഡിലേക്ക് വണ്ടി ലൈസൻസ് ഒക്കെ ഉള്ള ആൾക്കാരെ ആയിരിക്കും. വയസ്സല്ലേ, ഓരോ പ്രായം കഴിയുമ്പോഴും നമ്മൾ ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഒക്കെ പോകും, മനസ്സെത്തുന്നിടത്ത് ശരീരത്തൂല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, പതുക്കെ പോവാന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അത്രയും ഞാൻ റിക്വസ്റ്റ് ആയിട്ട് പറയാൻ എൻ്റെ അനിയന്മാരോടും. ഇത് കണ്ട് കുറെ കൊണ്ടുപോയിട്ട് പറയാൻ പറ്റിയ ഒരാൾ എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരുപാട് കൊണ്ടുപോയിട്ടുണ്ട്, അവരൊക്കെ ആയിട്ട് നല്ല പല ആൾക്കാരായിട്ട് നല്ല സൗഹൃദമുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ദയവ് ചെയ്തിട്ട് ഇനി ഇത്തരം സ്പീഡുകളിൽ എൻ്റെ അനിയന്മാർ പോകരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ.